ഹായ്. അപ്പോഴത്തേ നമ്മളിതേ കണ്ട പോലെ ലിറ്റിൽ ഇന്ത്യ അതാണ് നമ്മളുടെ ഇന്നത്തെ ലക്ഷ്യം. ഇത് ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ പോയി ഒന്ന് ജസ്റ്റ് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ വളരെ അടുത്താണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഡിന്നറൊക്കെ കഴിഞ്ഞതിന് ശേഷം ചുമ്മാ ഒന്ന് പോയിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാമെന്ന്. ഇതേ ഫസ്റ്റ് നമ്മളിതേ ഈ ഒരു 7-11 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിലാണ് കേട്ടോ ആദ്യം കയറിയത്. പോണ വഴിയിൽ കണ്ടപ്പോൾ കുട്ടികൾക്ക് പല വീഡിയോസിലും കൺവീനിയൻസ് സ്റ്റോർ ഉണ്ട്, കുറിയലുണ്ട്, അല്ലെങ്കിൽ വേറെ അങ്ങനെയുള്ള ഇവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ 7-11 ഉണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ട ഉടനെ ചാടി പിടിച്ചുള്ളിൽ കയറി. പക്ഷേ ഒന്നും കാര്യമായിട്ട് വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ. ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ കയറി, അത്രേ ഉള്ളൂ. ഈ നമ്മുടെ മദ്രാസ് സ്ട്രീറ്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഏകദേശം ലിറ്റിൽ ഇന്ത്യ ഇന്ത്യൻസ് താമസിക്കുന്ന ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ അവർ വന്ന സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു ഏരിയ ആണ്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ രാത്രി വെറുതെ നമ്മൾ ധൃതി പിടിച്ച് പോകണ്ടായിരുന്നു എന്ന് പിന്നീട് തോന്നിട്ടോ. കാരണം രാത്രി ഞങ്ങൾ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ലിറ്റിൽ ഇന്ത്യയിലൊന്നും ആരും കൊണ്ടുവന്നില്ലെങ്കിലോ, നമ്മൾ ഷെഡ്യൂളിൽ ഇങ്ങനെ ഒരു ലിറ്റിൽ ഇന്ത്യയിൽ വരുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടുമില്ല. അപ്പം നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ ഒരു അവസരം കിട്ടിയില്ലെങ്കിലോ. ഫസ്റ്റ് ഡേ ആകുമ്പോൾ നമുക്ക് നടക്കാനൊന്നും വലിയ ക്ഷീണമൊന്നും ഉണ്ടാവില്ല. സെക്കൻഡ് തേർഡ് ഡേ തൊട്ടിട്ട് നമുക്ക് കുറച്ച് ക്ഷീണമൊക്കെ വന്ന് കാലുവേദനയൊക്കെ വന്നാൽ പിന്നെ വരാൻ തോന്നൂല. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ പോയിട്ട് കാണാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ നോക്കിയ ഒരു 9:30 സമയത്തൊക്കെയാണ് വന്നത്. നമ്മളുടെ ഡിന്നറൊക്കെ കഴിച്ച് സാവകാശം പതുക്കെ നടന്നിട്ട് എത്തിയതാണ്. അപ്പോഴേക്കും ചെറിയ മഴച്ചാറ്റിലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുട എടുത്തിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിന്. പിന്നെ നമ്മളിത് അവിടെയൊക്കെ വെറുതെ നടന്നു. അപ്പോൾ ഒന്നും കാണാനില്ല, കാരണം ഒരു തിരക്കും ഇല്ല. എനിക്ക് തോന്നുന്നത് ഇന്ത്യ പോലൊന്നുമല്ല ഇവിടെ. എല്ലാവരും 4 ദിവസം നിന്നതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്, ഒരുവിധം ഈവൻ വീക്കെൻഡ് ആണെങ്കിൽ പോലും കടകളൊക്കെ വേഗം അടയ്ക്കുന്നുണ്ട്, ഒരു ക്രൗഡഡ് അല്ല. ചെന്നൈയിലൊക്കെ ആണെങ്കിൽ മുക്കിന് ട്രാഫിക്കും ആൾക്കാരുടെ തിരക്കും ഒക്കെയാണ്. ഇവിടെ അങ്ങനെയൊന്നുമില്ല, എല്ലാം വളരെ കാമൻ ക്വയറ്റായിരുന്നു. ഒരു എന്താ പറയുക, ആളനക്കമേ ഇല്ലാത്ത പോലെ തോന്നി. എനിക്ക് കുറച്ച് അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു, കാരണം നമ്മൾ കണ്ട് പരിചയപ്പെട്ടതൊന്നുമല്ലല്ലോ ഇവിടെ വന്ന് കാണുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നി. അയ്യോ ഇതെന്താ ഇങ്ങനെ. പിന്നെ ഒരു ചെറിയ പേടിയും തോന്നിയിട്ടോ, നമ്മൾ ആളില്ലാത്തൊരു ഏരിയയിൽ കൂടെ അല്ലേ നമ്മളിങ്ങനെ നടക്കുന്നത് ഒറ്റയ്ക്ക്. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് സിംഗപ്പൂർ വളരെ സേഫസ്റ്റ് കൺട്രിയാണ്. നമുക്ക് രാത്രി ഏത് പാതിരാത്രി ലേഡീസിനാണെങ്കിലും ആർക്ക് വേണമെങ്കിലും നടക്കണതിനൊന്നും ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ചുറ്റി തിരിഞ്ഞ് നമ്മളുടെ ഹോട്ടലിൻ്റെ അവിടെ എത്തി. ഇവിടെ നിന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്ത് അതേ ആ കാണുന്നതാണ് നമ്മളെ താമസിക്കുന്ന ആ ഹോട്ടൽ. പിന്നീടാണ് നമ്മൾ അറിയണേ, നമ്മൾ ഒരു നെക്സ്റ്റ് ഡേ സിറ്റി ടൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളതിനെ ഇവിടെയാണ് ഡ്രോപ്പ് ചെയ്യണേന്നുള്ളത് പിന്നെയാണ് മനസ്സിലായത്. നമുക്ക് നൈറ്റ് വ്യൂ കണ്ടു ഓൾറെഡി. ഇനിയിപ്പോൾ ഡേ ടൈം എങ്ങനെ ഇരിക്കും എന്നുള്ളത് കാണാൻ നമുക്ക് ലിറ്റിൽ ഇന്ത്യയിൽ വന്നിട്ട് നമ്മൾ അവിടെ ഇറക്കി വിട്ട തന്നെ ആ ഒരു മുസ്തഫ സെൻറ്റർ എന്നാണ്, ഒരു 24 hours ഓപ്പൺ ആയിട്ടുള്ള ഒരു മോളാണ് അത്ര. മോൾ എന്ന് പറഞ്ഞാൽ ഫുൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറാണ്. അപ്പം നമ്മൾ ഒരേ ഒരു ഫ്ലോറിലേ വന്നുള്ളൂ. ഇപ്പോൾ ഫുഡ് ഐറ്റംസ് കിട്ടുന്ന ഫ്ലോറിലാണ് നമ്മൾ അന്ന് വന്നത്. അപ്പം നമുക്ക് ലഞ്ച് പ്രൊവൈഡ് ചെയ്യില്ലല്ലോ. അപ്പോൾ നമ്മൾ ലഞ്ച് എങ്ങനെയെങ്കിലും ഇന്ത്യൻ ഫുഡ് ട്രൈ ചെയ്യണ്ടെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. ഇന്ത്യൻ ഫുഡ് വേണ്ട, കാരണം നമ്മൾ ഓൾറെഡി ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇന്ത്യൻ ഫുഡ് ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി ആണെന്നുള്ളൊരു പേരും കേട്ടു. അപ്പോൾ പിന്നെ ശരി, നമുക്ക് വേറെ എന്തെങ്കിലും ഈ കൊറിയൻ നൂഡിൽസോ അങ്ങനെയുള്ള നൂഡിൽസ് ട്രൈ ചെയ്യാം, കോസ്റ്റ് എഫക്റ്റീവായിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ച് അവിടെ വന്ന് നമ്മൾ കുറച്ച് നൂഡിൽസൊക്കെ വാങ്ങിച്ചു. വെജ് കിട്ടാനായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട്. ഓൾറെഡി എല്ലാം നോൺ വെജ് തന്നെയായിരുന്നു. പിന്നെ വെജൊക്കെ എങ്ങനെയെങ്കിലും തപ്പിപ്പിടിച്ച് കുട്ടികൾക്ക് എന്തോ കിംച്ചിയോ അങ്ങനെ എന്തോ ഒരു സംഭവമൊക്കെ വാങ്ങിച്ച് അവിടുന്ന് ബില്ല് ചെയ്ത് നമ്മളിതേ അവിടെ നിന്ന് ഇങ്ങനെ നടക്കുക. അപ്പോൾ നടക്കുമ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഇന്നലെ വന്ന വഴി കുറേ ചുറ്റിയിട്ടാണ് നമ്മൾ വന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റോഡ് നേരെ ചെന്ന് മുട്ടുന്നത് നമ്മുടെ ഹോട്ടലിലാണ്. പിന്നെ അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് വെള്ളത്തിനായിരുന്നു. ബോർഡർ ലതയുടെ ഓപ്പോസിറ്റ് കുട്രാളം. അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാട്ടർ കാശ് കൊടുത്ത് വാങ്ങണമായിരുന്നു ആദ്യത്തെ ദിവസം. പിന്നീടാണ് മനസ്സിലായത് നമുക്ക് ഓരോ സ്ഥലമുണ്ട്, അവിടെ ചെന്നാൽ നമുക്ക് ബോട്ടിൽ പിടിക്കാം എന്നുള്ളത്. അങ്ങനെ അവിടുത്തെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് നേരെ റൂമിൽ പോയിട്ട്
ഭക്ഷണം കഴിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് വണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെയുള്ള ഭംഗിയുള്ള ബിൽഡിങ്സും പിന്നെ അവിടെ DAV സ്കൂള് ഉണ്ടായിരുന്നു. പിന്നെ ഒരു DAVയുടെ തന്നെ ഒരു ഹിന്ദി സഭ, പ്രചാർ സഭ അങ്ങനെയുള്ളതുണ്ടായിരുന്നു. പിന്നെ തമിഴ് സ്കൂളോ അങ്ങനെയൊക്കെ ബോർഡ് കണ്ടു, തമിഴ് പഠിപ്പിക്കുന്ന ഒരു സ്കൂള് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആ വീഡിയോ എടുത്ത് അതിൽ കണ്ടില്ലേ, അപ്പോൾ അതേപോലെ അഞ്ചപ്പാറ്, ഒരുവിധം നമ്മളുടെ മദ്രാസിൽ ഉള്ള ഒരുവിധം എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു അവിടെ. അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു ലിറ്റിൽ ഇന്ത്യ അത്ര തന്നെ നമ്മൾ ശരിക്കും കറങ്ങിയുള്ളൂ. പിന്നെ നേരെ ഹോട്ടലിൽ വന്നിട്ട് പിന്നെ വേഗം ഫുഡൊക്കെ കഴിച്ച് അടുത്ത ഒരു വിസിറ്റിന് വേണ്ടിയിട്ട് വണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്ര തന്നെയുള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.